എന്റെ ഹൃദയത്തിന് ചേരുന്ന ഒരിടം കണ്ടെത്തി എന്നെഴുതിയ യുവതി തന്നെ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തി. പരസ്പരം സ്നേഹിച്ച് മാത്രം കണ്ടിരുന്ന സിയെയും കേതനെയും അറിയുന്നവർക്ക് ഈ വാർത്ത വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ കേതന്റെ സഹോദരിക്ക് തോന്നിയ സംശയങ്ങളാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സിയയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും മറുപടികളിലെ പൊരുത്തക്കേടുകളും കുടുംബത്തെ സംശയത്തിലാഴ്ത്തി. ഒടുവിൽ നടന്ന അന്വേഷണത്തിൽ കേതന്റേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. അത്രമേൽ സ്നേഹിച്ചിരുന്ന പ്രിയമതയുടെ കൈകളാൽ തന്നെ കേതന് ഈ ലോകം വെടിയേണ്ടി വന്നു. അത്യാഡംബരമായ വിവാഹ നിശ്ചയ ചടങ്ങ്, പിന്നാലെ പ്രണയാതുര നിമിഷങ്ങൾ കോർത്തിണക്കിയുള്ള റീലുകൾ. അതിനിടയിൽ കേതനുമായി സിയയ്ക്ക് അല്പമെങ്കിലും അകൽച്ചയുണ്ടെന്ന സംശയം ആർക്കും തോന്നിയില്ല. അത് സ്വാഭാവികം. സിയ അത്ര കൃത്യമായാണ് ഈ കൊലപാതകം നടത്താനുള്ള കരുക്കൾ നീക്കിയത്. കേതൻ അഗർവാളിന്റെ മരണം ആദ്യം ഒരു അപകടമായാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. കാര്യങ്ങളിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടെന്ന് കേതന്റെ സഹോദരി തുടക്കം മുതലേ ശ്രദ്ധിച്ചിരുന്നു. ഈ സംശയമാണ് കേതൻ തന്റെ പ്രതിസുത വധുവിനാൽ കൊല്ലപ്പെട്ട വിവരം പുറത്തറിയാൻ സഹായിച്ചത്. CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് മുൻപ് തന്നെ സഹോദരിയുടെ ഇടപെടൽ അന്വേഷണത്തിൽ നിർണായകമായി. കേതന്റെ മരണം നടന്ന 4-ാം ദിനം സിയ കേതന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ സംഭവ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കേതന്റെ സഹോദരി സിയയോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെയാണ് സംശയങ്ങൾക്ക് തുടക്കമിടുന്നത്. സിയ നൽകിയ മറുപടികളിൽ അടിമുടി വൈരുദ്ധ്യം, പെരുമാറ്റത്തിൽ അസ്വാഭാവികത. ഇതെല്ലാം കുടുംബം ശ്രദ്ധിച്ചു. ഇതോടെ കേതന്റെ മരണത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. ജൂൺ 18-നാണ് ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതൻ കൊല്ലപ്പെട്ടത്. എന്നാൽ അതിനു മുൻപും സിയ തന്റെ കാമുകൻ ചേതനുമായി ചേർന്ന് കേതനെ കൊലപ്പെടുത്താൻ പല തവണ ശ്രമിച്ചിരുന്നു. മെയ് 31-നായിരുന്നു ആദ്യ ശ്രമം നടന്നത്. അന്ന് ലോഹഗഡ് കോട്ടയുടെ അരികിലേക്ക് സിയ കേതനെ തള്ളി മാറ്റിയെങ്കിലും സമീപത്തെ ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ചു തൂങ്ങിയതിനാൽ കേതൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാമ്പിനെ കണ്ടതുകൊണ്ട് കേതനെ രക്ഷിക്കാനാണ് തള്ളി മാറ്റിയതെന്നായിരുന്നു സിയയുടെ വിശദീകരണം. സിയയെ അത്രമേൽ വിശ്വസിച്ചിരുന്ന കേതൻ സിയയുടെ വാക്കുകളും വിശ്വസിച്ചു. പിന്നീട് ജൂൺ 4-നും കോട്ടയിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും കേതന്റെ അമ്മ ശക്തമായി എതിർത്തു. ജൂൺ 6-ന് ഇവർ പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടിനായി ബാലിയിലേക്ക് പോകാനിരുന്നതാണ്. എന്നാൽ കേതന്റെ പാസ്പോർട്ട് കാണാതായതോടെ ആ യാത്രയും മുടങ്ങി. താൻ തന്നെയാണ് പാസ്പോർട്ട് നശിപ്പിച്ചു കളഞ്ഞതെന്ന് സിയ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജൂൺ 14-ന് വീണ്ടും കൊലപാതകം നടത്താൻ പദ്ധതിയിട്ടു. എന്നാൽ ഞായറാഴ്ചയായതിനാൽ കോട്ടയിൽ വലിയ തിരക്കുണ്ടാവുമെന്ന് മുന്നിൽ കണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. ഒടുവിൽ ജൂൺ 18-ന് തന്റെ ജന്മദിനം ആഘോഷിക്കാനെന്ന വ്യാജേന സിയ കേതനെ കോട്ടയിലേക്ക് വിളിച്ചു വരുത്തി. അന്ന് കേതനെയും സിയയെയും പിന്തുടരുന്ന ഒരു യുവാവിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കടുത്ത ചൂടിലും ഹുഡി ധരിച്ച ആ യുവാവ് സിയയുമായി എന്തൊക്കെയോ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒടുവിൽ എല്ലാം കണക്കുകൂട്ടിയതുപോലെ ഒത്തുവന്നു. പ്രദേശത്ത് ആരുമില്ല. ആരുടെയും കണ്ണ് അങ്ങോട്ടെത്തുന്നില്ലെന്നും ഉറപ്പാക്കിയതോടെ ഇരുവരും ചേർന്ന് കേതനെ ബലി കൊടുത്തു. താൻ കണ്ണടച്ച് സ്നേഹിച്ചിരുന്ന സിയയുടെ പക്കൽ നിന്നും കേതൻ 350 അടി താഴ്ചയിലേക്ക് പതിച്ചു. കേതന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ സിയയുടെ ഇൻസ്റ്റഗ്രാം പേജിലെ പോസ്റ്റുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു സിയ കേതനൊപ്പമുള്ള പ്രണയ നിമിഷങ്ങൾ പങ്കുവച്ചിരുന്നത്. ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ പൂക്കൾ നൽകുന്നതും ആലിംഗനം ചെയ്യുന്നതും നൃത്തം ചെയ്യുന്നതുമായ ഒട്ടനവധി ചിത്രങ്ങളും വീഡിയോകളും അതിലുണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിന് ചേരുന്ന ഒരിടം കണ്ടെത്തിയെന്നായിരുന്നു പ്രണയ വാർഷികത്തിൽ സിയ കുറിച്ചത്. എന്നാൽ ഈ പ്രണയച്ചിരികൾക്ക് പിന്നിൽ തന്റെ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ആരും കരുതിയില്ല. നിലവിൽ കൊലപാതക കുറ്റവും ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തിയാണ് സിയയെയും കാമുകൻ ചേതനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.